നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ? അതായത് അവർ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ വളരെ ശക്തമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഈ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് കുറച്ച് പേർക്കെങ്കിലും ഇവിടെ കാണുന്നത് കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു ഇഷ്യൂവോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ട്രഗിളോ ആയിരിക്കണം. പക്ഷെ വളരെയധികം മെമ്മറീസ് ഉണ്ടാവുന്നുണ്ട് ഈ വ്യക്തിക്ക്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് അവർക്ക് മറ്റൊരു കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. അവർക്ക് മറ്റൊരു സ്ട്രഗിൾ, അതായത് ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ വളരെ സ്ട്രോങ് ആയിട്ട് അവരെ ബാധിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് അതുകൂടാതെ നിങ്ങളെ ഒഴിവാക്കാനും അവർക്ക് കഴിയുന്നില്ല. രണ്ട് കാര്യങ്ങളും അവർ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. യെസ്, എന്ത് തന്നെ ഫിനാൻഷ്യൽ ലോസോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രഗിളോ അവർക്കുണ്ട് എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അവരുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ വിലമതിക്കാനാവാത്തൊരു അവർക്ക് പേഴ്സണലായിട്ടുള്ള ഒരു സ്വത്തായിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല എത്രമാത്രം നിങ്ങൾ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്ഥാനമാണ് അവർ കൽപ്പിക്കുന്നത് എന്നൊന്നും അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണിത്. അതായത് അവർക്ക് അവരുടെ മനസ്സിൽ എത്രത്തോളം ഡീപ്പായിട്ടുള്ള കണക്ഷനാണ് നിങ്ങളോടുള്ളത് എന്നുള്ളത് ഇതിൽ കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. 10 ഓഫ് കപ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അത്രമാത്രം ഉള്ളൊരു സ്നേഹം അവർക്ക് നിങ്ങളോടുണ്ട്. നിങ്ങളോട് ഒരുമിച്ചുള്ള ഒരു ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുമിച്ചുള്ള ആ ഒരു സന്തോഷകരമായ മൊമെന്റ്സിനെ കുറിച്ച് അവർ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഓക്കെ. എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ച് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം സംഭവിക്കണമെന്ന് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഇൻഫിനിറ്റ് ബോണ്ടിങ് ആണ് ഈ റിലേഷൻഷിപ്പിൽ ഉള്ളത്. കാരണം എത്രമാത്രം നിങ്ങൾ അകന്നു പോകുന്നുണ്ടോ അത്രമാത്രം നിങ്ങളിലേക്ക് ഈ വ്യക്തിയുടെ ഓർമ്മകൾ തന്നെ നിങ്ങളെ ഈ വ്യക്തിയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുക്കുമെന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ. നിങ്ങളിൽ പലരും സ്പിരിച്വലി കണക്റ്റഡ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്തവരുണ്ട്. ഓക്കെ. അതെല്ലാം നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈഫിന് മുന്നോട്ട് പോകാനായിട്ട് ലൈഫിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. സെൽഫ് ഫോക്കസ്ഡ് ആവുക. വളരെ കാം ആൻഡ് കൂളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എന്ത് തന്നെ സാഹചര്യമായിരുന്നാലും അതെല്ലാം ആ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് വിട്ടുകൊടുക്കുക. ഓക്കെ. ആവാം. I hope the future will bring us together because I love you more than you know. ഓക്കെ. അവർക്ക് വളരെയധികം വിശ്വാസമാണ്, വളരെയധികം പ്രതീക്ഷയാണ് ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരുമിച്ച് ചേരുമെന്നുള്ളത്. കാരണം അത്രമാത്രം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ സ്നേഹം അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുണ്ട്. അതിൽ ഈ ഒരു കാർഡ് റീഡിങ്ങിൽ നമുക്ക് വ്യക്തമാണ് ആ വ്യക്തി അത്രയ്ക്ക് എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഒതുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള സ്നേഹം അവർ നിങ്ങളോട് ഒത്തിരിയും അത്രയും തുറന്നു പറഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. ഓക്കെ. യു ആർ മൈ കൗണ്ടർ പാർട്ട്. ഓക്കെ. അവര് നിങ്ങളുടെ അവരുടെ ആത്മാവിന്റെ പകുതിയാണ് നിങ്ങൾ എന്ന് പോലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ. ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ. ഐ മിസ് യു, മിസ് യു, മിസ്. ഓക്കെ. അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. ഒരുപാട്. അതായത് അവര് എപ്പോഴും ഈ ഒരു മൊമെന്റിൽ പോലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഓക്കെ. അവര് ഈ ഒരു സമയത്ത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ മിസ്റ്റേക്ക് ആണ് എന്ന്. മേ ബി നിങ്ങളുടെ ആ ഒരു സെപ്പറേഷനുള്ള റീസൺ ആയിരിക്കാം. ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ഇപ്പോൾ അവർ ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ. ഓക്കെ. മേ ബി അതൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരിക്കാം. ഐ വോണ്ട് ടു ചേഞ്ച്. ഓക്കെ. അവർക്ക് ഈ ലൈഫിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഐ നോ യു മിസ് മീ. ഐ എം ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് യു. ഓക്കെ.
അവർക്കറിയാം നിങ്ങൾക്കും അവരെ മിസ് ചെയ്യുന്നുണ്ട്. അവരും അവരുടെ ലൈഫിൽ ഒരു ഇൻകംപ്ലീറ്റ് ആണ്. നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫിൽ ഒരു ഇൻകംപ്ലീഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. I feel empty without you. I am changing and learning some hard lessons right now. Okay. ഇപ്പോൾ നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫിൽ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ അവർ സ്വയം മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ഒരുപാട് ഹാർഡ് ലെസൺസ് ആണ് ഇപ്പോൾ അവർ പഠിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയ സമയം മുതൽ അവരൊരുപാട് ലെസൺസ് അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. നിങ്ങളില്ലാണ്ട് എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പോലും അവർക്ക് അറിയുന്നുണ്ടാവില്ല. ഓക്കെ. ഐ സീ യു ഇൻ മൈ ഫ്യൂച്ചർ. ഓക്കെ. തീർച്ചയായിട്ടും അവർക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. I can't sleep well because of this separation. Hope you will understand me. Okay, ഈ ഒരു സെപ്പറേഷൻ കാരണം അവർക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ കൂടി കഴിയുന്നില്ല. ഓക്കെ. അതുകൊണ്ട് അവരെ നിങ്ങൾ മനസ്സിലാക്കും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന മെസ്സേജസ്. 222 ഒരു ഏഞ്ചൽ നമ്പറാണ്. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം. 222 കാണുന്നുണ്ടാവാം. ഈഗോ, നിങ്ങളിൽ ഒരാൾ ഒത്തിരി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്. നമ്പർ 1 സോഷ്യൽ വർക്കർ ആയിരിക്കാം. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട വ്യക്തികളായിരിക്കാം. മാർച്ച് മന്ത്, ലെറ്റർ വി, ലെറ്റർ ജെ, ഫെബ്രുവരി മന്ത്, പർപ്പിൾ കളർ, കെ 10 days, കെ മേ ബി അതൊരു പോസിബിലിറ്റി ആയിരിക്കാം. 27, okay, number 9, 7, എബ്രോഡ്, മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ഉള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ എബ്രോഡായിട്ട് പോകാൻ താല്പര്യമുള്ള വ്യക്തിയായിരിക്കാം. വൈറ്റ് കളർ, 25, within 3 months, ഓക്കെ. യെസ്, ഒരു പോസിബിലിറ്റി ഉണ്ട്. പർപ്പിൾ കളർ, 36, number 6, letter S, 23 and 19, letter F, and finally number 40. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള